കൂടുതൽ ആൾക്കാരും വരുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. മെയിൻ ഹൈവേയിൽ നിന്നൊരു 500 മീറ്റർ താഴെ ദൂരത്തിൽ നല്ല വീടുകളുണ്ടോ? ഇത് 500 ഏകദേശം 600 മീറ്റർ ദൂരം മാത്രമാണ്. മീറ്റർ 0 നോക്കിക്കഴിഞ്ഞപ്പോൾ 600 മീറ്റർ ദൂരമാണ് ഈ വീടിന്. അപ്പോൾ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. 9.5 സെന്റ് സ്ഥലമുണ്ട്. 1450 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ചോദിക്കുന്ന വിലയും വില കൂടുതലൊന്നുമല്ല. 56 ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യാം എന്നും ഓണർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കുടിവെള്ള ക്ഷാമം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുള്ളതും എന്നാൽ വെള്ളം കയറാത്തതുമായ നല്ലൊരു വ്യൂ പോയിന്റിൽ തന്നെ ഇരിക്കുന്ന നല്ലൊരു വീടിന്റെ അടിപൊളി ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. മീനച്ചിൽ ഹോംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു പാല. നമ്മൾ നിൽക്കുന്നത് പാല പൊൻകുന്നം റോഡിലാണ്. പാല പൊൻകുന്നം റോഡിൽ പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രം മാറി ഹൈവേയിൽ നിന്നും കൃത്യമായി പറഞ്ഞ 600 മീറ്റർ ദൂരം അകത്തേക്ക് കയറി നല്ലൊരു ഹൗസിംഗ് കോളനി ഏരിയയിൽ തന്നെയാണ്. നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള നല്ലൊരു ഏരിയയിൽ തന്നെ നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങളുമായിട്ട് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ വീട് അവതരിപ്പിക്കുക. കാരണം മറ്റൊന്നുമല്ല, നല്ലൊരു വ്യൂ പോയിന്റിലിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിച്ച വീടാണ് ഇത്. ഈ റേറ്റിലുള്ള വീടുകളൊക്കെ ഇപ്പോൾ കുറവാണ്. കാരണം സാധനങ്ങൾക്ക് മെറ്റീരിയലിന് വില കൂടിയതോടുകൂടി എല്ലാവരും വീട് പണിത് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ 1,80 ലക്ഷം 90 ലക്ഷം 1 കോടി ബഡ്ജറ്റിലേക്ക് മാറി. അങ്ങനെ മാറി നിൽക്കുന്ന ഈ സമയത്ത് ഏകദേശം 1450 സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ല ഒരു 9.5 സെൻറ്റ് സ്ഥലത്തിൽ 9.25 സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ട്. 10 സെൻറ്റിനാണ് അടുത്ത സ്ഥലം. അപ്പോൾ അത്രയും സ്ഥലത്തിന് അകത്ത് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണിത്. ഒരു സൈഡിൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നല്ലൊരു പുഴയൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു പുഴയാണ്. ഒരിക്കലും വെള്ളം ഇങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ വെള്ളം കയറാത്തതുമായ നല്ലൊരു മേഖലയിൽ തന്നെയാണ്. ഇവിടെയെല്ലാം വീടുകളൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതും പണി തീർന്ന് താമസം തുടങ്ങിയതുമായ വീടുകളാണ് ഇവിടെ അടുത്തുള്ളത്. ഇത് ഇവിടെയാണ് കിണർ വെള്ളം. വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ്. അതുകൊണ്ടാണ് കിണർ വടക്ക് കിഴക്ക് മൂലയിൽ എന്ന് പറഞ്ഞ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വീട് മേടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ഒക്കെ എക്സ്ട്രാ എടുക്കണമെങ്കിൽ എടുക്കാനായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളങ്ങനെ സൈഡ് വ്യൂവിലെല്ലാം ബാക്കിലെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇത് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, അവിടെ താമസമുള്ളതാണ്. നമുക്ക് ഇവിടെ കാർ പോർച്ച്, നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച്. ഇനി സിറ്റ് ഔട്ട്, കാർ സിറ്റ് ഔട്ടിൻ്റെയും ദൃശ്യങ്ങൾ കണ്ട് വീടിനകത്തേക്ക് നമുക്ക് നേരെ കയറാം. ജനൽപ്പാളികളെല്ലാം ഫ്രണ്ട് പാളികളൊക്കെ തേക്കാണ്. കട്ടള ആഞ്ഞിലിയാണ്, പക്ഷേ തേക്കിൻ്റെ ഡോറാണ്. അപ്പോൾ തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളി, തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ഒക്കെ കണ്ട് നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ TV യൂണിറ്റ് വെക്കുവാനായിട്ടുള്ളൊരു പോയിൻ്റ് നമുക്കിവിടെ കാണാം. അതുപോലെ രൂപക്കൂടിനുള്ള പോയിൻ്റ് കാണാം. നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ്. അവിടുന്ന് നമ്മൾ നേരെ ഇതാണ് ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുക. ടൈലുകളെല്ലാം 4x2 ടൈലാണ്. നല്ല കമ്പനി ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക. ഇത് നല്ലൊരു TV യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു രൂപക്കൂടും. ഇൻറ്റീരിയർ വർക്കുകളെല്ലാം വാം വൈറ്റ് കളർ ഡിസൈൻ മാത്രമാണ് കൊടുത്തിരിക്കുക. നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത്. ഡൈനിങ് ഹാള് നല്ല വലിപ്പമേറിയ ഡൈനിങ് ഹാള്. ഒരു സൈഡിൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രേ ഡിസൈൻ വരുന്ന ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇതാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുക. വാഷ് കൗണ്ടറിൽ നല്ലൊരു ഡിസൈനോടുകൂടി ടൈലും അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കും അതുപോലെ തന്നെ നമുക്ക് ഷാമ്പൂ സോപ്പൊക്കെ വെക്കുവാനായിട്ടൊരു പ്ലേസും കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്.
നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ. ഇതാണ് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം. AC പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ജനൽപ്പാളികൾ നമുക്ക് കാണാം. 4 ജനൽപ്പാളികളാണ് കൊടുത്തിരിക്കുക. വായുസഞ്ചാരമൊക്കെ നന്നായിട്ട് കയറി ഇറങ്ങി പോകാവുന്ന രീതിയിലുള്ള നല്ല ജനൽപ്പാളി സൗകര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് സെറായുടെ കമ്പനി മെറ്റീരിയലുകൾ തന്നെയാണ് എല്ലാ ടോയ്ലറ്റിലെയും. ക്ലോസറ്റ്, വാഷ് ബേസിന് എല്ലാം പൈപ്പുകൾ എല്ലാം ഗ്യാരൻ്റിയുള്ള സംഭവങ്ങളാണ്. 56 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചോദിച്ചാലും അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ മീനച്ചിൽ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് മീനച്ചിൽ ഹോംസ് ഞങ്ങളുടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതായത് നിങ്ങൾ വന്ന് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടമായി ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ തരും. ഡയറക്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി. സാലറി സർട്ടിഫിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മാത്രം കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുടെ കാര്യങ്ങൾ മുഴുവൻ മീനച്ചിൽ ഹോംസ് വഴി തന്നെയാണ് നടക്കുക. നമ്മൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, അഡ്വക്കേറ്റ്സിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ ഇതെല്ലാം മീനച്ചിൽ ഹോംസ് വഴി തന്നെ നടക്കും. അങ്ങനെ നമ്മൾ ലോൺ പാസ്സാക്കി കഴിയുമ്പോൾ ബാങ്കിൽ ചെന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ഇത്ര സിമ്പിളായിട്ട് ലോൺ എടുക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരേ സമയത്ത് തന്നെ ഒരു 8-10 ഡോക്യുമെൻറ്റ്സാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊപ്പം കൈകാര്യം ചെയ്ത് പോകുന്നൊരു ഡോക്യുമെൻ്റായി നിങ്ങളുടേതും മാറുമ്പോൾ ഞങ്ങൾക്കും എളുപ്പമാണ്. ഞങ്ങളുടെ ജോബിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കത് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കാനും പറ്റും. നിങ്ങൾ ഒരു തവണ പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ബാങ്കിൽ പോകുമ്പോൾ ഞങ്ങൾ 10 പേരുടെ കാര്യത്തിനായിരിക്കും ഒരേ സമയത്ത് ബാങ്കിൽ പോകുന്നത്. അപ്പം 10 കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ച് നടക്കും. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. മീനച്ചിൽ ഹോംസിൻ്റെ സ്റ്റാഫ് എപ്പോഴും അവൈലബിൾ ആണ്. കാരണം പ്രോപ്പർട്ടി വാല്യുവേഷന് കാര്യങ്ങൾ എല്ലാം ചെയ്യുവാനായിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് ലോൺ എടുത്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. കാരണം ബാങ്ക് ലോൺ എടുത്ത് ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ, അതായത് ഇത് പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിക്കകത്ത് ലീഗലി എല്ലാം പാസ്സാക്കി ലോൺ പാസ്സാക്കി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പിച്ച് പറയാം ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇതുവരെയും വെള്ളപ്പൊക്ക ഭീഷണികൾ കേട്ടിട്ടേ ഇല്ല. ഉരുൾപൊട്ടൽ ഭീഷണികൾ പേടിക്കേണ്ട. അങ്ങനെയുള്ള നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് പാലാ ടൗണിലേക്ക് ഉദ്ദേശം 3 കിലോമീറ്റർ ദൂരം. അതുപോലെ തന്നെ പൈക ടൗണിലേക്ക് പോകുവാം. അതുപോലെ ഭരണങ്ങാനം, ഈരാറ്റുപേട്ട സൈഡിലേക്ക് പോകാൻ എളുപ്പമാണ്. നമുക്ക് ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് പൊൻകുന്നം കൂടി വരാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി കൂടി കാഞ്ഞിരപ്പള്ളി ചേറ്റുതോട് വഴിയൊക്കെ പോകാനൊക്കെ എളുപ്പമാണ്. മുണ്ടക്കയം വഴിയൊക്കെ ഇടുക്കിക്ക് പോകാൻ എളുപ്പമാണ്. ഷോർട്ട് കട്ട് വഴികൾ ഒത്തിരിയുണ്ട്. പള്ളിക്കത്തോട്, അതുപോലെ തന്നെ കോട്ടയം സൈഡിലേക്ക്, മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക്, ബ്രില്യൻറ്റിലേക്കൊക്കെ പോകുവാനായിട്ട് ഇവിടുന്ന് എളുപ്പമുള്ള വഴികളുണ്ട്. ഷോർട്ട് കട്ട് വഴികളാണ്. അങ്ങനെയുള്ള നല്ല വഴികളും നല്ല കാര്യങ്ങളും എല്ലാമുള്ള നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു മേഖലയിലൂടെ തന്നെ ജീവിക്കാൻ നല്ല അയൽവാസികളാണ് അടുത്തൊക്കെ ഉള്ളത്. മീനച്ചിൽ ഹോംസ് വഴി തന്നെ ഇതിൽ കൂടുതൽ ഡീലിംഗ് നടന്നിട്ടുള്ളതാണ് ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ ഏകദേശം ആൾക്കാരെയൊക്കെ ഇതിനകത്ത് മേടിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ് ഇതിനകത്ത് വാങ്ങിച്ചിരിക്കുന്നത്. ഹൈവേയിൽ നിന്നും 600 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. ഷോപ്പുകളുമായിട്ട് ഈ 600 മീറ്റർ ദൂരം തന്നെ നടന്ന് ബസ്സിൽ കയറി പോകുവാനായിട്ട് പറ്റുന്ന രീതിയിൽ ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് എളുപ്പമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇവിടം. നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഒരു വീടിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള മേഖല കിച്ചൺ തന്നെയാണ്. തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻറ്റുകൾ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്.
നല്ല കബോർഡ് വർക്കുകൾ, ഒരു വീട്ടിൽ ഒരു നല്ലൊരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും നേരിൽ കാണണം എന്ന ആഗ്രഹം തോന്നുന്നു എങ്കിൽ ഉടൻ തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങൾ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു എക്സ്ട്രാ വർക്ക് ഏരിയ എടുക്കണമെന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ എടുക്കുവാനായിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി എന്നും മീനച്ചിൽ ഹോംസ് നിങ്ങളോടൊപ്പം. അപ്പോൾ കഴിഞ്ഞ 11 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടി ഏറ്റവും നല്ല വിശ്വസ്തയോടുകൂടി നല്ല രീതിയിൽ സർവീസ് ചെയ്തു പോകുന്ന മീനച്ചിൽ ഹോംസ് വഴി ഒരു പ്രോപ്പർട്ടി എടുക്കുവാനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.